നമസ്കാരം. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. വിഷു എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഓർമ്മ വരുന്നത് കണിക്കൊന്നയും വിഷു കാണലും കൈനീട്ടവും വിഷു സദ്യയും ഒക്കെയാണ്. വിഷു കാണൽ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് വിഷുക്കണി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വരും വർഷത്തെ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം വിഷുക്കണിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുക്കണി ഒരുക്കുന്നതിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. പക്ഷേ ഈ തലമുറയിൽപ്പെട്ട പലർക്കും വിഷു എങ്ങനെ ഒരുക്കണമെന്നോ എന്താണ് വിഷു എന്നോ അതിനെക്കുറിച്ച് ധാരണയില്ല. അതിനെക്കുറിച്ചൊക്കെ വിദഗ്ധമായി നമുക്ക് പറഞ്ഞു തരാനായി NTVയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിഷു എങ്ങനെ ഒരുക്കണം, എന്താണ് വിഷു, അതിനെക്കുറിച്ചൊക്കെ വിദഗ്ധമായി പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഇന്നുള്ളത് പ്രശസ്ത വാസ്തു ജ്യോതിഷ വിദഗ്ധ ശ്രീമതി സേതുലക്ഷ്മിയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരം. വിഷു ആശംസകൾ. എല്ലാവർക്കും എൻ്റെയും വിശ്വാസം. ചേച്ചി, നമ്മൾ പണ്ട് മുതലേ വിഷുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വിഷു കണി കാണുന്നതിനെക്കുറിച്ചും കൈനീട്ടം വാങ്ങുന്നതിനെക്കുറിച്ചും വിഷു സദ്യയെക്കുറിച്ചും ഒക്കെ. എന്നാൽ പലപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്ക് വിഷു എന്താണെന്ന് ഒന്നും ശരിക്കും അറിയത്തില്ല. അപ്പോൾ ചേച്ചി, എന്താണ് നമ്മൾ ഏത് ദിവസമാണ് വിഷു ആഘോഷിക്കുന്നത്? മേടം 1-ാം തീയതി എന്ന് പറയുമ്പോൾ ഒരു പുതുവർഷമാണ്. അപ്പോൾ വിഷു എന്ന് പറഞ്ഞാൽ സൂര്യൻ അതായത് രാവും പകലും തുല്യ ദൈർഘ്യം വരുന്നതാണ് വിഷു എന്ന് പറയുന്നത്. സൂര്യൻ കറക്റ്റ് കിഴക്കാണ് ഉദിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കിഴക്ക് വടക്കായിട്ടാണ് സ്വല്പം ചരിഞ്ഞാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ ഈ ദിവസത്തിനെ വിഷു എന്ന് പറയുന്നത് അതായത് നമ്മളുടെയൊക്കെ സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് നമ്മളൊക്കെ വിഷു ആഘോഷിക്കുന്നത്. നമ്മളത് മേടമാസമല്ലേ ചേച്ചി? മേടമാസം 1-ാം തീയതിയാണ് വിഷു. പക്ഷേ ഈ പ്രാവശ്യം മേടം 2-ാം തീയതിയാണ്. 15-ാം തീയതി രാവിലെ, അതായത് ഏപ്രിൽ 15-ാം തീയതി രാവിലെ 4:10 തൊട്ട് 7:11 വരെയാണ് വിഷുക്കണി കാണേണ്ടത് സമയം. അപ്പോൾ ചേച്ചി, കണി കാണുന്നതിനെ കുറിച്ച് ചേച്ചി പറഞ്ഞു. നമ്മൾ എങ്ങനെയാണ് കണി കാണേണ്ടതും എന്തൊക്കെയാണ് നമ്മൾ കണി കാണാൻ ഒരുക്കേണ്ടത്? ഇപ്പം ഒരു വസ്ത്രം, നല്ല അലക്കി തേച്ച വസ്ത്രം എടുക്കുക, അതൊരു ഓട്ടുരുളിയിൽ ആ വസ്ത്രം വെക്കുക. അതിനുശേഷം കോടി വസ്ത്രം അലക്കി തേച്ചതെന്ന് ഉള്ളതാണ്. ആ വസ്ത്രത്തിൽ അക്ഷതം, അതായത് നെല്ല്, അരി എന്നിവ അതിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് നാണയങ്ങൾ ഇടുക. അതിന് മുകളിലായിട്ട് വെള്ളരിക്ക വെക്കുക. വെള്ളരിക്ക എന്ന് പറയുമ്പം പ്രകൃതിയുടെ ജീവൻ നിലനിർത്തുന്നത്. അപ്പം ഭൂമി 3/4 ഭാഗവും ജലാംശത്തിലാണ്, അതിൻ്റെ 1/4 ഭാഗം മാത്രമാണ് കരയായിട്ടുള്ളത്. അതിനെ പ്രതിനിധീകരിച്ചാണ് വെള്ളരിക്ക, സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ്. അതിനുശേഷം ഇരട്ട നാളികേരം കൂട്ടിക്കെട്ടി വെക്കുക. അത് ദമ്പതികളുടെ കെട്ടുറപ്പിന് വേണ്ടിയാണ്, ഐക്യം. അതിനുശേഷം പൊട്ടിച്ച നാളികേരം, അതായത് പ്രകൃതിയുടെ അതായത് മറ്റൊന്നും തൊടാത്ത ജലം, പ്രകൃതിയിൽ നിന്ന്, അതായത് പ്രകൃതിദത്തമായി കിട്ടുന്ന ജലം ആ നാളികേരത്തിനകത്തുണ്ട്. അത് പൊട്ടിച്ചു വെക്കുമ്പം അതിൻ്റെ കളറ്, അപ്പം നമ്മളുടെ അഭിവൃദ്ധി, നമ്മളുടെ പെരുമ ഈക്വലായിട്ട് തന്നെ പെരുമ, അതുപോലെ തന്നെ നമുക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെയാണ് അത് നമ്മൾ വെക്കുന്നത്. അത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. ഇപ്പം നമ്മളുടെ ഒക്കെ സ്ഥലമാകുമ്പോൾ അത് വിളക്കും കൂടി കത്തിച്ച് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് വെക്കാറുണ്ട്. അതിനുശേഷം നമ്മൾ ദർപ്പണം, കണ്ണാടി നമ്മുടെ ജീവനെ നിലനിർത്തുക, അതായത് ബിംബം, നമ്മളുടെ ശരീരത്തെ കാണിക്കുന്ന പാകം എന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പിന്നെ കൊന്നപ്പൂവ് എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ ചരാചരങ്ങളെ അതിനൊരു സൈക്കിൾ പോലെ പൊഴിയുന്നു, ഉണ്ടാകുന്നു, പൊഴിയുന്നു എന്നുള്ള ഒരു സങ്കല്പം. പ്രകൃതിയെ തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം, മഞ്ഞ നിറത്തിൽ ഒരു പുലരി, ഒരു പുതിയൊരു വർഷം ഉദിക്കുന്നു. അത് നല്ല സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായിട്ടാണ് കൊന്നപ്പൂവിനെ നമ്മൾ കാണുന്നത്. പിന്നെ നെല്ല്, നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നെല്ല്, ഗോതമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമല്ലോ. അപ്പം ഇത് എല്ലാ വിളവുകളും സമൃദ്ധിയായിട്ടുണ്ടാകുകയും മനുഷ്യന്റെ ജീവിത ചരാചര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു വർഷം തന്നെയാണ്, ഒരു ദിവസം തന്നെയാണ് നമ്മൾ വിഷു ആചരിക്കുന്നത് കേരളീയര്. അപ്പോൾ നമ്മൾ അതായത് നെല്ല് നിറച്ചും നമ്മൾ വെക്കണം. നെല്ല് നിറച്ച് വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം ദീപം കത്തിക്കും. ഐശ്വര്യം അതാണ്. അതുപോലെ നമ്മൾ ഫ്രൂട്ട്സിന്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള, അതായത് വെള്ളരിക്ക, കൈതച്ചക്ക, ചക്ക, നാളികേരം, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ കേരളീയർ കൂമ്പ് വെക്കാറുണ്ട്. അത് കൂമ്പോട് കൂടിയ കൊല എന്നാണ് നമ്മൾ, അതായത് പരിപൂർണമായ ഒരു ജീവിതത്തെ സങ്കല്പിച്ചാണ് നമ്മൾ അതൊക്കെ വെക്കുന്നത്. ചേച്ചി, നമ്മളിപ്പം കണി കാണുമ്പോൾ വെക്കേണ്ട വിഭവങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാങ്ങ വെക്കണം, പിന്നെ നാളികേരത്തിനെ കുറിച്ച് പറഞ്ഞു, നെല്ലിനെ കുറിച്ച് പറഞ്ഞു, വെള്ളരിക്കയെ കുറിച്ച് പറഞ്ഞു. ചേച്ചി, അതുപോലെ ചക്ക ഇരിക്കുന്നു. ഈ ചക്കയ്ക്ക് ഇതിന് പ്രാധാന്യമുണ്ടോ? തീർച്ചയായിട്ടും. എന്താണ് അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ചക്ക എന്ന് പറയുമ്പോൾ അത് ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ്. ചൊള, അതിൻ്റെ കുരു, അതിൻ്റെ പ്രകൃതിയുടെ അതായത് പ്രകൃതിദത്തമായ ഒരു
ഫലമാണ് ചക്ക. അപ്പൊ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമായിരിക്കണം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം അടുത്ത വിഷു വരെ. അതിനാണ് നമ്മൾ ആ ചക്കയെ പ്രതിനിധീകരിക്കുന്നത്. അതുപോലെ നമ്മൾ കണി കാണുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കൃഷ്ണ വിഗ്രഹത്തോടൊപ്പമാണ് കണി കാണുന്നത്. അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മുടെ മലയാളികള് ഗുരുവായൂരപ്പൻ അല്ല ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു യുഗ പുരുഷൻ എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായി എല്ലാം തികഞ്ഞ് ഐശ്വര്യപ്രതീകമായി സർവാഭരണഭൂഷിതനായി നിൽക്കുന്ന ഭഗവാനെ കണ്ടു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് മനസ്സിന് തൃപ്തിയും പിന്നെ ശരീരത്തിന് മഞ്ഞ എന്ന് പറയുമ്പോൾ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. മനുഷ്യന്റെ മനസ്സിന് തൃപ്തിയും ഐശ്വര്യത്തിന്റെ പ്രതീകവും സമ്പൽ സമൃദ്ധിയുടെ പ്രതീകവുമാണ് കൃഷ്ണൻ എന്ന് നമ്മളുടെയൊക്കെ ഹിന്ദുക്കളുടെ സങ്കല്പം. അപ്പോൾ അതിനാണ് നമ്മൾ കൂടുതലും കൃഷ്ണനെ വെക്കുന്നത്. ചില ആൾക്കാർ സൂര്യഭഗവാനെ വെക്കാറുണ്ട്, അതായത് കാലചക്ര പുരുഷനായിട്ട്. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ ആ ദിവസം വിഷുവിൻ്റെ ദിവസം രാവും പകലും തുല്യമായിട്ട് വരുന്നതുകൊണ്ട് ആ കാലപുരുഷനെയും വെക്കാറുണ്ട് നമ്മൾ. അപ്പൊ ചേച്ചി നമ്മളിപ്പോ വിഷു ഒരുക്കുന്നതിന് വേണ്ട വിഭവങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ഒരുക്കുന്നതിന് രീതികളുണ്ടോ? ഇന്ന് ഇപ്പൊ ഭഗവാന്റെ വലതുഭാഗത്ത് എന്തെങ്കിലും വിഭവം വെക്കണം? ഭഗവാന്റെ വലതുഭാഗത്ത് നിറപറ വെക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മൾ വലതുഭാഗത്ത് വെക്കുന്നുണ്ട്. വലതുഭാഗത്താകുമ്പോൾ ആ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ യുഗപുരുഷൻ അനുഗ്രഹിക്കുന്നത് പോലെ നിറഞ്ഞു നിൽക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമാണല്ലോ നെല്ല് എപ്പോഴും. അപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ഈ നെല്ലുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഇത് ഗോതമ്പുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളല്ലോ. അപ്പം അതിന് വലതുവശത്തു നിന്ന് ആ ഐശ്വര്യ പ്രതീകമായിട്ട് നമുക്ക് ലക്ഷ്മിയുടെ ഒരു പ്രതീകമായിട്ടും നെല്ലിനെ നമ്മൾ കാണുന്നത്. അപ്പം നമുക്കിത് വലതുഭാഗത്തോട്ട് വെച്ചാലോ? വെക്കാം. നമ്മൾ നെല്ല് നിറച്ചതിന് ശേഷം ഇനി എന്താണ് നമ്മൾ ദീപം തെളിയിക്കണം. ആ ദീപം തെളിയിക്കുന്നതിന് എന്തെങ്കിലും രീതിയുണ്ടോ? ദീപം തെളിയിപ്പിക്കുമ്പോൾ ഇപ്പോൾ ലക്ഷ്മി കത്തിക്കുമ്പോൾ ലക്ഷ്മിയുടെ വലത് സൈഡിലേക്ക് കത്തിച്ച് വേണം പോകാൻ. ഓരോ ദീപം കത്തിക്കുമ്പോഴും ഓരോ ദിക്കിനെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ ദീപം കത്തിക്കുന്നത്. ഓരോ ദിക്കും എന്തിനെയാണ്? ഇപ്പോൾ കിഴക്കെന്നുള്ളത് സൂര്യഭഗവാനെ, ഇപ്പോൾ വടക്കെന്നുള്ളത് ഈശാനകോണ്. അപ്പോൾ അങ്ങനെ ഓരോ ദിക്കിനെയും പ്രതിനിധീകരിച്ചാണ് നമ്മൾ. പടിഞ്ഞാറ് വായുവിനെ, ഇപ്പോൾ പടിഞ്ഞാറ് വടക്കാണ് ശരിക്കും ആ വായു ഭഗവാനെ പ്രതിനിധീകരിച്ചാണ്. ഇപ്പം പടിഞ്ഞാറ് തെക്കാണെങ്കിൽ യമൻ നിര്യാതി, കിഴക്ക് തെക്കാണെങ്കിൽ അഗ്നി. ചേച്ചി ദീപം കത്തിച്ചതിന് ശേഷം ഇനി എന്താണ് ചേച്ചി? അഷ്ടമംഗല്യ വിളക്കിന്റെ പ്രത്യേകത എന്താണ്? 8 ലക്ഷ്മികളെ പ്രതിനിധീകരിക്കുന്നതാണ്. നമ്മൾ അഷ്ടദിക്കിനെയും പ്രതിനിധീകരിക്കുന്നതാണ് അഷ്ടമംഗല്യ വിളക്ക്. അപ്പോൾ ഐശ്വര്യത്തിന്റെ പ്രതീകം എന്നുള്ളതാണ്. നമ്മൾ വിവാഹത്തിനൊക്കെ ഈ വിളക്കം കൊണ്ടാണ് ഇറങ്ങേണ്ടത്. ചേച്ചി നമ്മൾ ദീപങ്ങളെല്ലാം തെളിയിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? ഇനി അക്ഷതം എന്ന് വെച്ചാൽ നെൽവിത്തും അരിയും കൂടി മിക്സ് ചെയ്താണ് അക്ഷതം. നെൽവിത്തും അരിയും കൂടി അത് 3 പ്രാവശ്യം കൈകൊണ്ട് വാരി ഈ വസ്ത്രത്തിൽ ഇടണം. കോടി വസ്ത്രത്തിൽ വസ്ത്രം, അന്നം, ധനം ഇത്രയും നമുക്ക് തരണം. അപ്പൊ 3 പ്രാവശ്യം. നെല്ലും അരിയും മിക്സ് ചെയ്യുന്നതാണ് അക്ഷതം എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 11 രൂപ നാണയമായിട്ട് കോയിനായിട്ട് അതും ഇതിന്റെ മുകളിൽ തന്നെ വെക്കണം. ഇതെല്ലാം ഇടത് ഭാഗത്തായിട്ടാണ് ഭഗവാന്റെ ഇടത് ഭാഗത്തായിട്ട് ഇതെല്ലാം വരണം. വലത് ഭാഗത്ത് നിറപറ ഇതൊക്കെ വേണം. അതിനുശേഷം ഒരു നാളികേരം പൊതിച്ചത്, അത് നാളികേരത്തിന്റെ കണ്ണ് കിഴക്കോട്ട് തിരിച്ചു വെക്കുന്നത് പോലെ വേണം വെക്കാൻ. നാളികേരം പൊതിച്ചത് അതിന്റെ കണ്ണ് കിഴക്ക് ഭാഗത്തേക്ക് നാണയത്തിന്റെ മുകളിലായിട്ട് വെക്കണം.
അതെന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ നമ്മൾ വെക്കുന്നത്? പ്രകൃതി, അതായത് നമ്മൾ പറയത്തില്ല നിറകൂടം നിറഞ്ഞ മനസ്സ്, അതിനെ സൂചിപ്പിക്കുന്നത്. ഇപ്പം വസ്ത്രം വേണം, അന്നം വേണം, ധനം വേണം, ഇപ്പം നാളികേരം, അതിനുശേഷം വെള്ളരിക്ക. വെള്ളരിക്കയുടെ ഞെട്ട് അതായത് പടിഞ്ഞാറ് വശത്തും തുമ്പ്, അതായത് തുമ്പുവശം മുൻവശം കിഴക്ക് വശത്തുമാക്കി വേണം വെള്ളരിക്ക വെക്കാൻ. അതുപോലെ എല്ലാ ഫലങ്ങളുടെയും ഞെട്ട് പടിഞ്ഞാറോട്ട് വേണം. എല്ലാം പിന്നെ ഓരോന്നോരോന്നായിട്ട് പഴം ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നീലാഞ്ചനം എന്ന് പറയും, അതും കത്തിക്കണം. എല്ലാത്തിൻ്റെയും ഞെട്ടുവശം പടിഞ്ഞാറ് വശത്തായിട്ട് ഇരിക്കണം. നമ്മൾ ഫലങ്ങളെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനിയും എന്താണ്? ഇനിയും കണ്ണാടി വെക്കണം. നമ്മുടെ പ്രതിബിംബം കാണാനും പൂർണ്ണമായ ഛായാചിത്രം കാണാനും ജീവനുള്ള വസ്തുക്കളെ പ്രതിനിധീകരിക്കുന്നതിനാണല്ലോ നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതും ഇതിന്റെ മുകളിൽ തന്നെ. ഇപ്പൊ നമ്മൾ വിഷുക്കണി കാണുമ്പോൾ ഇതിൽ കൂടി നമ്മുടെ ബിംബവും കാണാം, നമ്മുടെ നിഴലും കാണണം. കണ്ണാടി വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ്? ഇനി നീലാഞ്ചനം കത്തിക്കണം. അതിന്റെ പ്രത്യേകത എന്താണ് ചേച്ചി? പ്രകൃതിയിൽ നിന്ന്, അതായത് നാളികേരം പ്രകൃതിയുടെ ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ അതിനെ നമ്മൾ മുറിച്ച് 2 ഭാഗങ്ങളാക്കിയിട്ട് അതിൻ്റെ ഭാഗങ്ങൾ മാറാതെ അത് ഒരു നാളികേരത്തിന്റെ 2 ഭാഗങ്ങളിൽ കൂടി നമ്മൾ ദീപം ജ്വലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രകൃതിയിൽ നിന്ന് ഐശ്വര്യം വരുന്ന രീതിയിലാണ്. ലക്ഷ്മി എന്നുള്ള സങ്കല്പമാണ് നമ്മൾ ആ ദീപത്തിന് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനുശേഷം പിന്നെ കണിയൊരുക്കിയിട്ട് നമ്മൾ പോയി നമ്മൾ നാളികേരത്തിൽ നാണയം വെക്കുന്ന ഒരു രീതി, അതായത് നമ്മൾ അധ്വാനിച്ച് ധനം കിട്ടണം. അപ്പോൾ ഈ വർഷം രോഗദുരിതങ്ങൾ ഉണ്ടാകാതെ, ഇപ്പോൾ നാളികേരത്തിലെ ജലം, അതായത് തേങ്ങാവെള്ളം എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തം എന്നുള്ളതാണ്. അതിനൊന്നും പ്രകൃതിയിൽ നിന്നൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അതിന് ആപത്തുകളൊന്നും ഇല്ലാതെ, ഇപ്പോൾ പ്രകൃതി പുരുഷന്റെ ശരീരം എന്നുള്ളതാണ് നാളികേരം, അതിന്റെ പരിപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നാണയം വെച്ച് നമുക്ക് ഐശ്വര്യസമർത്ഥമായ ഒരു ജീവിതം ഈ വർഷം ഭഗവാൻ തരണേ എന്നുള്ളതാണ് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുന്നത്. അതെ. അപ്പൊ നമ്മൾ നീരാഞ്ജനം തെളിയിച്ചു. അപ്പൊ ഇനി അതിനുശേഷം നമ്മൾ വേറെ എന്താണ് ഈ കൂട്ടത്തിൽ വെക്കേണ്ടത്? ഇനി വാൽക്കണ്ണാടി, അതായത് ശരിക്കും മഹാലക്ഷ്മിയെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഉമാമഹേശ്വരനെ പ്രതിനിധീകരിച്ച്, അതായത് പാർവതീദേവിയെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ വാൽക്കണ്ണാടി അതും നമ്മൾ വെക്കാറുണ്ട്. അതുകൊണ്ട് ആറന്മുള കണ്ണാടിയോ? ആറന്മുള കണ്ണാടി വിഷ്ണു എന്നുള്ള പ്രതീകത്തിൽ ഉള്ളതാണ്. പിന്നെ അലക്ക് മുണ്ട് അതെല്ലാം നമ്മൾ വെക്കുന്നുണ്ടല്ലോ. ഇനിയും നമുക്ക് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് കൊന്നപ്പൂവാണ്. കൊന്നപ്പൂ അറിയാമല്ലോ, ലക്ഷ്മിയെ അല്ല പ്രകൃതിയുടെ ദിനചര്യങ്ങൾ, അതായത് ഒന്ന് പൊഴിയുന്നു അപ്പോഴടുത്തതുണ്ടാകുന്നു. അപ്പോൾ ഒരു ഐതിഹ്യമുണ്ട്, വിഷ്ണു ലക്ഷ്മിയോ എന്നുള്ള സങ്കല്പമാണ്. കൊന്ന വിഷ്ണുവായിട്ടും പൂ ലക്ഷ്മിയുമായിട്ടുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണല്ലോ ലക്ഷ്മി വിഷ്ണു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൊന്നപ്പൂ എല്ലാ ഫലങ്ങളും വെച്ചതിന് ശേഷം അവസാനം മഞ്ഞയുടെ, അതായത് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ ആ മഞ്ഞ അത് കൊന്നപ്പൂവായിട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും. ചേച്ചി, നമ്മൾ നാളികേരം കത്തിച്ചു, കൊന്നപ്പൂക്കൾ വെച്ചു. ഇനി നമ്മൾ ഇതിനകത്ത് എന്താണ് വെക്കാനുള്ളത്? നമ്മൾ 2 നാളികേരം കൂട്ടി കെട്ടിയിട്ടില്ലേ, അതിപ്പോൾ എടുത്ത് കിഴക്കോട്ട് മുഖമായി വെക്കണം. ഇങ്ങനല്ലേ വെച്ചു. ഇത് നമ്മൾ ദമ്പതികളുടെ ഐശ്വര്യത്തിന് നിൽക്കുന്നു. അതിനുശേഷം നമ്മൾ പൂക്കളെല്ലാം കൂടി ചേച്ചി, നമ്മൾ ഒരുവിധം വിഷുക്കണിക്ക് വേണ്ട വിഭവങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ വിഭവങ്ങളും നമ്മൾ
ഒരുവിധമല്ല എല്ലാ വിഭവങ്ങളും ഇതിനകത്തിലുണ്ട്. ഉണ്ട്. ചേച്ചി, നമ്മൾ ഈ പ്രവാസികൾക്ക് ഒരു പക്ഷേ ഇതെല്ലാം ലഭിക്കണം എന്നില്ല. ഒരു പക്ഷേ അതിപ്പം അത് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ വിഷുക്കണി ഒരുക്കിയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല, അതായത് അവരവർക്ക് കിട്ടുന്നത് വെച്ച് വിഷുക്കണി, മനസ്സിന്റെ തൃപ്തിയാണല്ലോ കണി കാണുക എന്നുള്ളത്. വിഷുക്കണി ഒരുക്കി വിഷു കാണാം. അതോടൊപ്പം ചേച്ചി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് ഈ വിഷു ദിനത്തിൽ? ഓക്കെ, ഇപ്പൊ ഇതെല്ലാം കണ്ടല്ലോ എല്ലാവരും. ഏകദേശം ഒട്ടുമുക്കാൽ വിഭവങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരുക്കി എല്ലാവരും നല്ലൊരു വിഷു ആഘോഷിക്കാൻ ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ചേച്ചി, നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ എന്തൊക്കെ വേണം എന്നുള്ളതും ഏതൊക്കെ വസ്തുക്കൾ ഭഗവാന്റെ ഏത് ഭാഗത്ത് വെക്കണം എന്നുള്ളതും എല്ലാം ചേച്ചി നല്ല വിദഗ്ധമായി നമുക്ക് പറഞ്ഞു തന്നു. അതിന് വളരെയധികം നന്ദി. അതോടൊപ്പം തന്നെ പ്രേക്ഷകരായ നിങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും, NTV പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ.